വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ നാമത്തിൽ പണിതുയർത്തപ്പെട്ടിരിക്കുന്ന ഈ ആലയം അത് എത്രയോ കൃപയുടെ അഭിഷേകം വർഷിക്കാൻ പര്യാപ്തമാണ്. ഒരർത്ഥത്തിൽ ഇതൊരു അത്ഭുതമാണ്. കേവലം 74 വീട്ടുകാർ മാത്രമുള്ള ഒരു ഇടവകയിൽ ഇങ്ങനെ ഒരാലയം പണിതീർക്കുക എന്ന് പറയുന്നത് മാനുഷികമായി ചിന്തിച്ചാൽ അസാധ്യമായ കാര്യമാണ്. ഇതിന് തറക്കല്ലിടാൻ വേണ്ടി വന്നപ്പോൾ എൻ്റെയും മനസ്സിൽ ഈ ആശങ്കയും പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. ദൈവമേ, ഇവരുടെ സ്വപ്നത്തിന് അങ്ങ് ഒപ്പം നിൽക്കണമേ എന്ന്. കാരണം അവരുടെ സ്വപ്നം ചെറുതൊന്നുമായിരുന്നില്ല. ഇത്രയും വലിയ സ്വപ്നമാണ് വട്ടിയറക്കാർ കണ്ടത്. അതുകൊണ്ട് തന്നെ ആ സ്വപ്നം ഇത്ര വേഗത്തിൽ സാക്ഷാത്കരിക്കപ്പെടും എന്നത് വളരെ അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നു. നമ്മുടെ അതിരൂപതയിൽ ഇപ്പോൾ 30 ദേവാലയങ്ങൾ പണിതുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും എല്ലാ ദേവാലയങ്ങളും ഒരേ കാലഘട്ടത്തിൽ തന്നെ തുടങ്ങിയതാണ്, നല്ലൊരു പങ്ക് ദേവാലയങ്ങൾ. പക്ഷേ ഏറ്റവും ആദ്യം അവയിൽ പണിതീർക്കപ്പെടുന്നത് വട്ടിയറ സെൻറ്റ് സെബാസ്റ്റ്യൻസ് ദേവാലയം. അതിൻ്റെ കാരണം ഞാൻ വിചാരിക്കുന്നു, നിങ്ങൾ ഏറ്റവും ചെറിയ ഇടവകയാണ്. ഈ ദേവാലയം പണിയുന്ന ഇടവകളിൽ ഏറ്റവും ചെറുതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയ ദൈവാശ്രയ ബോധമുണ്ടാകും. ദൈവം വിചാരിച്ചാൽ മാത്രമേ ഈ ദേവാലയം പണിതീർക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ നിങ്ങളെല്ലാവരും ഒരു മനസ്സോടെ, ഒരാത്മാവോടെ, ഒരേ ഹൃദയത്തോടെ പ്രവർത്തിച്ചപ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ദൈവമായ കർത്താവ് നിറം പകർന്നു. ആ സ്വപ്നങ്ങളെ അവിടുന്ന് തന്നെ സാക്ഷാത്കരിച്ചു എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ് നമ്മുടെ ദേവാലയം. വട്ടിയറ ഇടവകയിലെ എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കളെയും ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ, സ്നേഹത്തോടെ ഓർക്കുന്നു. നിങ്ങൾ ഇവിടെ മനോഹരമായ ദേവാലയം പണിതുയർത്തിയപ്പോൾ അത് ഈ ഇടവകയുടെ മാത്രമല്ല, നമ്മുടെ അതിരൂപതയുടെയും പരിശുദ്ധ സഭയുടെയും യശസ്സാണ് ഉയർത്തിയിരിക്കുന്നത് എന്നുള്ളതിനാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളോട് സഭ മുഴുവനും കടപ്പെട്ടിരിക്കും. അതുപോലെ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു പ്രത്യേകത, ഇവിടെ വന്നപ്പോൾ ഇവിടെ ഈ പള്ളിയുടെ കൂദാശാ കർമ്മത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് ഇവിടുത്തെ വിവിധ അമ്പലങ്ങളെല്ലാം ബോർഡ് വച്ചിരിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. അത് ഈ കാലഘട്ടത്തിൽ അത് കണ്ടില്ല എന്ന് നടിക്കാൻ വയ്യാത്ത വിധം നന്മ നിറഞ്ഞ ഒരു പ്രവൃത്തിയാണ്. ഇവിടുത്തെ കരിയാൽ മുത്തപ്പൻ മടപ്പുരക്കാർ, അതുപോലെ പായം വിഷ്ണു ശത്രുഘ്ന ക്ഷേത്രം, വട്ടിയറ കൊട്ടത്തലച്ചി അമ്മക്കാവ് ക്ഷേത്രം, ഈ 3 ക്ഷേത്രക്കാരും ഇവിടെ ഈ കൂദാശാ കർമ്മത്തിന് ആശംസകൾ നേരുക മാത്രമല്ല, ഈ ദേവാലയ നിർമ്മാണത്തെ തങ്ങളുടേതായ ഒരു നിർമ്മാണ പ്രവൃത്തിയായി കരുതി ഇതിനോട് ഹൃദയപൂർവ്വം സഹകരിച്ചു എന്നറിയുമ്പോൾ എനിക്കത് വളരെ ഹൃദയത്തിൽ സന്തോഷം പകരുന്ന കാലമാണ്. ഈ കാലം മതങ്ങൾ തമ്മിൽ ഭിന്നതയുടെയും അസ്വസ്ഥതയുടെയും കഥകളെ നമ്മൾ കേൾക്കാറുള്ളൂ. പക്ഷേ ഈ വട്ടിയറ ദേശത്ത് എല്ലാവർക്കും മാതൃകയാകത്തക്ക രീതിയിൽ, നമ്മുടെ നാടിന് മുഴുവനും മാതൃകയാകത്തക്ക നന്മ നിറഞ്ഞ ഒരു പ്രവൃത്തിയാണ് നമ്മുടെ പ്രിയ സഹോദരങ്ങൾ കാണിച്ചത് എന്നുള്ളതിൽ ഏറെ നന്ദിയും സ്നേഹവും ഞാൻ ഈ 3 ക്ഷേത്രം ഭരണസമിതികളെയും അറിയിക്കുകയും അവരോടുള്ള ഞങ്ങളുടെ കടപ്പാട് ഏറ്റുപറയുകയും ചെയ്യും. നാം എല്ലാവരും ഒരു രാജ്യത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളാണ്. നമ്മളെല്ലാവരും സഹോദരങ്ങളാണ്. ആ ഒരു അവബോധത്തെ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഏതെങ്കിലും മതവിശ്വാസം ശക്തി പ്രാപിക്കുന്നുണ്ടെങ്കിൽ അത് മതവിശ്വാസമല്ല, അത് മതഭ്രാന്താണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ അത്തരത്തിലുള്ള ഭ്രാന്തിൻ്റെ പിന്നാലെ പോകാനാണ് ആളുകൾക്കൊക്കെയും ഇഷ്ടം. പക്ഷേ
ഈ വട്ടിയറ ദേശം നമുക്ക് നല്ല ഒരു മാതൃകയും വെളിച്ചവും പകർന്നിരിക്കുകയാണ്. അവരെയും ഞാൻ നന്ദിയോടെ സ്നേഹത്തോടെ ഓർക്കും. പ്രിയപ്പെട്ട വികാരിയച്ഛൻ്റെ നേതൃത്വമാണ് ഒരിടവക ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. കാരണം വികാരിയച്ഛൻ ഒരു മനസ്സോടെ എല്ലാവരെയും ചേർത്ത് നിർത്തുമ്പോൾ, എല്ലാവരെയും ഈ ഒരേ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുമ്പോഴാണ് ഒരു ദേശത്ത് ദേവാലയം രൂപീകരിക്കപ്പെടുന്നത് എന്നത് നമുക്കെല്ലാം അറിയാം. വട്ടിയറ ഇടവകയുടെ പ്രിയപ്പെട്ട വികാരിയച്ഛൻ മാർട്ടിനച്ഛനെ ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ സ്നേഹത്തോടെ ഓർക്കുന്നു. ഒരു ദേവാലയം നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വൈദികൻ്റെ ആയുസ്സിൽ നിന്ന് ഒരു 10 കൊല്ലം അദ്ദേഹം ബലി കൊടുക്കുക എന്നുകൂടി അർത്ഥമുണ്ട് എന്നതാണ് സത്യം. കാരണം അത്രമേൽ ശ്രമകരമാണ്, അത്രമേൽ ഭാരം ഹൃദയത്തിൽ അനുഭവപ്പെടുന്ന ഒരു പ്രവൃത്തിയാണ് ദേവാലയ നിർമ്മാണം. പക്ഷേ പ്രിയപ്പെട്ട മാർട്ടിനച്ഛൻ ഇത് ചെയ്യുമ്പോഴും നമ്മുടെ കോളേജിൽ അധ്യാപകനായി ശുശ്രൂഷ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അവിടുത്തെ ശുശ്രൂഷകളെല്ലാം കുറ്റമറ്റ വിധം ചെയ്യുന്നതിനിടയിലാണ് അച്ഛൻ ഈ ദേവാലയ നിർമ്മാണമെന്ന അധിക ഭാരം ഏറ്റെടുത്തത്. പ്രിയപ്പെട്ട മാർട്ടിനച്ഛ, അച്ഛനെ ഓർത്ത് ഞങ്ങളെല്ലാവരും അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. ഇടവക ജനത്തിൻ്റെ മുഴുവൻ വികാരങ്ങൾ ചേർത്തുകൊണ്ട് അച്ഛന് ഹൃദയപൂർവ്വം അഭിനന്ദനങ്ങൾ നേരുന്നു. നല്ലൊരു കയ്യടി കൊടുത്തോളൂ നിങ്ങൾ. പ്രിയപ്പെട്ട മാർട്ടിനച്ഛൻ എപ്പോഴും എല്ലാവരെയും സ്നേഹിക്കുന്നതും എല്ലാവരെയും കുറിച്ച് നന്മ പറയുന്നതും മറ്റുള്ളവരെക്കുറിച്ച് ദോഷം പറയുന്നതിൽ വളരെ മടിയുള്ളൊരു വ്യക്തിയുമാണ് എന്നെനിക്കറിയാം. കാരണം ഞങ്ങൾ വളരെ വർഷങ്ങൾ ഒരുമിച്ച് ധ്യാനം പ്രസംഗിക്കാൻ പോയതാണ്. അച്ഛൻ കോളേജ് അധ്യാപകനായതോടെ ഈ ധ്യാന മേഖല വിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഏതാണെങ്കിലും അന്ന് മുതലേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് അച്ഛൻ്റെ വ്യക്തിത്വത്തിൻ്റെ നന്മയും സവിശേഷതയും. അതുകൊണ്ട് തന്നെയാണ് ഈ ഇടവക സമൂഹത്തിൻ്റെ മേൽ അച്ഛൻ വഴി ദൈവം ഇത്രയും വലിയ അനുഗ്രഹം വർഷിച്ചത് എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ദേവാലയത്തിൻ്റെ പ്രാധാന്യവും ശ്രേഷ്ഠതയും മഹത്വവും അതാണ് നമ്മൾ വായനകളിൽ ശ്രവിച്ചത്. ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല. ഒന്നാം വായനയിൽ നാം ശ്രവിച്ചത് ദൈവമായ കർത്താവ് മോശയോട് പറയുകയാണ്, എനിക്ക് വസിക്കാൻ ഒരാലയം പണിയണം. ആ ആലയം എപ്രകാരം പണിയണമെന്ന് ദൈവമായ കർത്താവ് കൃത്യമായി നിർവചിച്ചു കൊടുക്കുകയാണ്. എങ്ങനെയെങ്കിലും പണിതാൽ അത് ദേവാലയമാവില്ല, മറിച്ച് ദൈവം പറഞ്ഞതുപോലെ പണിതപ്പോഴാണ് അത് ദേവാലയമായി മാറിയത്. നിങ്ങൾ ഈ ദേവാലയം നിർമ്മിച്ചതും അത് കൃപയുടെ ശുശ്രൂഷ വഴിയിലൂടെയാണ്. പൊതുയോഗം എടുക്കുന്ന തീരുമാനം അത് രൂപതാധ്യക്ഷൻ്റെ അനുഗ്രഹവും ആശീർവാദവും വാങ്ങി അത് സർക്കാർ അധികാരികളുടെ എല്ലാം അനുവാദം നേടി ആണ് നമ്മളൊരു ദേവാലയം പണിയുക. അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ദേവാലയം എന്നത് ആർക്കെങ്കിലും പെട്ടെന്നങ്ങ് പണിതുണ്ടാക്കാവുന്നതല്ല. അത് തിരുസഭയൊന്നാകെ ആ ശുശ്രൂഷയിൽ പങ്കുചേരുന്നു. അത് ദൈവമായ കർത്താവ് സഭയിലൂടെ ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്നാണ് മോശയോട് ദൈവം കൊടുക്കുന്ന നിർദ്ദേശങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്രകാരം സഭ നൽകിയ നിർദ്ദേശങ്ങളൊക്കെയും കൃത്യമായി അണുവിട തെറ്റാതെ പാലിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ ദേവാലയം പണിതീർത്തത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. രണ്ടാമത്തെ വായനയിൽ ദൈവമായ കർത്താവ് എന്താണ് ദേവാലയത്തിൽ ഉള്ളത് എന്നാണ് പറയുക. യെശയ്യാ പ്രവാചകൻ ജെറുസലേം ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദേവാലയം മുഴുവനും ദൈവത്തിൻ്റെ പരിശുദ്ധി കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് അദ്ദേഹം കാണുകയാണ്. ദൈവം വസിക്കുന്ന സ്ഥലമാണ്, ദൈവത്തിൻ്റെ സിംഹാസനമാണ് ദേവാലയം എന്നുള്ള സത്യം പ്രവാചകൻ നമുക്ക് പറഞ്ഞു തരികയാണ്. നമ്മുടെ പൗരസ്ത്യ സുറിയാനി സഭയുടെ പാരമ്പര്യത്തിൽ ദേവാലയത്തിലെ ഏറ്റവും പ്രധാനമായ സ്ഥലം
ദൈവത്തിൻ്റെ സിംഹാസനമായ ബലിപീഠമാണ്. അതുകൊണ്ടാണ് ഈ ബലിപീഠത്തിൽ നമ്മൾ പിതാവായ ദൈവം സിംഹാസനസ്ഥനാണ് എന്ന് വിശ്വസിക്കുന്നു. ഈ ബലിപീഠം കൂദാശ ചെയ്യുന്നതാണ് ഏറ്റവും ദീർഘമേറിയ പ്രാർത്ഥനകൾ എന്ന് നമുക്കറിയാം. കാരണം അവിടെ പരിശുദ്ധ ത്രിത്വത്തെ സന്നിഹിതമാക്കുന്ന ശുശ്രൂഷയാണ് തുടർന്ന് നമ്മൾ ഈ ദേവാലയ കൂദാശയിൽ നടത്തുക. പിതാവായ ദൈവം ഈ ബലിപീഠത്തിൻ്റെ മധ്യത്തിൽ വസിക്കുമ്പോൾ പുത്രൻ തമ്പുരാൻ അവിടുത്തെ വലതുവശത്ത് ഉപവിഷ്ടനാണ്. അതിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ ബലിപീഠത്തിൻ്റെ വലതുവശത്ത് ഈശോയുടെ സുവിശേഷ ഗ്രന്ഥം പ്രതിഷ്ഠിക്കുന്നത്. പിതാവിൻ്റെ ഇടതുഭാഗത്താണ് പരിശുദ്ധാത്മാവ് വസിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്ന സ്ലീവ അവിടെ പ്രതിഷ്ഠിക്കുന്നതിൻ്റെ അർത്ഥം അതാണ്. നമ്മൾ സർവാധിപനാം പാടുമ്പോൾ തിരിഞ്ഞു നിന്ന് ഈ ബലിപീഠം വണങ്ങുന്നുണ്ട്. ബലിയർപ്പിക്കുന്നത് പരിശുദ്ധ ത്രിത്വത്തിനുള്ള ആരാധനയായിട്ടാണ്. അതുകൊണ്ടാണ് ബലിപീഠത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം അങ്ങോട്ടേക്ക് തിരിഞ്ഞു നിന്ന് ബലിയർപ്പിക്കുന്നത്. കാരണം പൗരസ്ത്യ സുറിയാനി സഭയുടെ പാരമ്പര്യത്തിൽ ബലിപീഠത്തിൻ്റെ മഹത്വവും പ്രാധാന്യവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് യെശയ്യാ പ്രവാചകന്റെ ദർശനം. സിംഹാസനസ്ഥനായ ദൈവത്തിൻ്റെ പരിശുദ്ധി കൊണ്ട് നിറഞ്ഞ ആലയം, അതാണ് ഇന്ന് മുതൽ ഈ വട്ടിയറ സെൻറ്റ് സെബാസ്റ്റ്യൻസ് ദേവാലയം ആയിത്തീരാൻ പോകുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയും. ഈ ദേവാലയത്തിൽ വരുന്നവരെങ്ങനെ വരണം എന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നത്. മാമോദീസ സ്വീകരിച്ച നിങ്ങൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയമാണ്. നിങ്ങളുടെ ശരീരത്തെ ദേവാലയം പോലെ സംശുദ്ധമായി സൂക്ഷിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഈ ആലയത്തിലേക്ക് വരാൻ എന്നാണ് ദൈവമായ കർത്താവ് അപ്പോസ്തലനിലൂടെ പറഞ്ഞു തരിക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരം ദേവാലയമാണ്. കാരണം ഈ ശരീരത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. ശരീരത്തെ മലിനമാക്കുന്ന പ്രവർത്തികളിൽ നിന്ന് അകന്നു നിൽക്കണമെന്നുകൂടി ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നു. അതെന്തൊക്കെയെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അത് വിഗ്രഹാരാധന, വ്യഭിചാരം, മദ്യപാനം, ലഹരി വസ്തുക്കളുടെ ഉപയോഗം, ഇവയൊക്കെയും നമ്മുടെ ശരീരത്തെ മലിനമാക്കുന്ന പ്രവർത്തികളാണ്. ഈ ദേവാലയത്തിൽ വരുന്നവരിൽ നിന്ന് ഇത്തരം പ്രവർത്തനങ്ങൾ ദൈവമായ കർത്താവ് പ്രതീക്ഷിക്കുന്നില്ല എന്ന ശ്ലീഹായുടെ ഓർമ്മപ്പെടുത്തൽ കൂടി നമ്മൾ മനസ്സിലാക്കും. അവസാനമായി സുവിശേഷത്തിൽ ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ ഈ ദേവാലയം തകർക്കുക, ഞാൻ 3 ദിവസത്തിനകം അത് പുനരുദ്ധരിക്കും. അതിൻ്റെ അർത്ഥം ശിഷ്യന്മാർ വിചാരിച്ചു ജെറുസലേം ദേവാലയം തല്ലി തകർത്താൽ ഈശോ അത് പുനരുദ്ധരിക്കുമെന്നാണ്. അല്ല, ഈശോ ദേവാലയത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ അർത്ഥം പറയുകയാണ്. ഓരോ ദേവാലയവും ഉദ്ധിതനായ ഈശോയുടെ തിരുശരീരമാണ്. ഈശോ ശിരസുയർത്തി നിൽക്കുന്നതാണ് പരിശുദ്ധ സഭയുടെ ദേവാലയങ്ങളെല്ലാം. മുഖവാരം എന്നൊക്കെ നമ്മൾ പറയും, പള്ളിയുടെ മുഖവാരം. എന്തിൻ്റെ മുഖമാണത് എന്ന് ചോദിച്ചാൽ അത് ഈശോ മിശിഹായുടെ മുഖമാണ്. ദേവാലയത്തിൽ നമ്മൾ കൊടിമരം സ്ഥാപിക്കും. ദേവാലയത്തിൻ്റെ ഇടതുവശത്ത് കൊടിമരം സ്ഥാപിക്കും. ഈശോയുടെ കയ്യിലെ വിജയ പതാകയെ സൂചിപ്പിക്കുന്നതാണ് ആ കൊടിമരം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ മരണത്തിൻ്റെ മേലും അന്ധകാര ശക്തികളുടെയും മേൽ നേടിയ വിജയത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് അവിടുന്ന് വിജയ പതാക പിടിച്ചുകൊണ്ട് ശിരസുയർത്തി നിൽക്കുന്ന സ്ഥലമാണ് ഈ ദേവാലയം എന്ന സത്യം നമ്മൾ ഓർക്കുക. ഈ ദേവാലയം കല്ലും മണ്ണും തടിയും കൊണ്ടുണ്ടാക്കിയതല്ല. അത് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ ശരീരം തന്നെയാണ് എന്ന ബോധ്യത്തോടെ, സ്നേഹത്തോടെ, കരുതലോടെ ഈ ദേവാലയത്തിലായിരിക്കാൻ നമുക്കെല്ലാവർക്കും ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ സങ്കടങ്ങൾക്കും ഈ ദേവാലയത്തിൽ ഉത്തരമുണ്ട്. വെയിലാകുമ്പോൾ ദൈവമായ കർത്താവ് തണൽ നൽകുന്ന മേഘസ്തംഭമായി
ജെറുസലേം ദേവാലയത്തിന് സമാഗമ കൂടാരത്തിന് മുകളിലുണ്ടായിരുന്നു എന്ന് വചനം പറയുന്നുണ്ട്. ഇരുട്ടായി അന്ധകാരമായപ്പോൾ എല്ലാവർക്കും ആവശ്യം വെളിച്ചമാണ്. ആ വെളിച്ചം നൽകാൻ ദൈവം സമാഗമ കൂടാരത്തിന് മുമ്പിൽ അഗ്നിസ്തംഭമായി നിന്നു എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ, അതൊരു കഥയല്ല, അതൊരു ഓർമ്മപ്പെടുത്തലാണ്. നിന്റെ ജീവിതത്തിൻ്റെ ഏതേത് സങ്കടങ്ങളിലും പ്രതിസന്ധികളിലും നിന്റെ ഒപ്പം നിൽക്കാൻ നിന്നോടൊത്ത് ദൈവം വസിക്കുന്ന സ്ഥലമാണ് ഈ ദേവാലയം എന്ന തിരിച്ചറിവോടെ ഈ ദേവാലയത്തിലായിരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ഇതിനു വേണ്ടി അത്യധ്വാനം ചെയ്ത എല്ലാ ഇടവകാംഗങ്ങളെ, വിശിഷ്യ കൈക്കാരന്മാർ, പാരീഷ് കോർഡിനേറ്റേഴ്സ്, സൺഡേ സ്കൂൾ അധ്യാപകർ, CMC സന്യാസിനിമാർ, അവരൊക്കെയും നടത്തിയ കൂട്ടായ അധ്വാനവും പരിശ്രമവും ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് ഇവിടെ ഇടയ്ക്കൊക്കെയും വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച കാര്യമാണ്. നിങ്ങൾക്കെല്ലാവർക്കും നന്മകൾ നേരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.